യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഗ്യാസ് വിതരണം നടത്തുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യ ഉക്രൈൻ വഴിയാണ് ഗ്യാസ് വിതരണം നടത്തുന്നത്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ബന്ധം ആടി ഉലഞ്ഞു തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. ബന്ധത്തിന്റെ തകർച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പല കാര്യങ്ങളെയും ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യയ്ക്ക് തന്നെയാണ് പണി കിട്ടിയിരിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്ന് ഉക്രൈൻ വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഗ്യാസ് വിതരണം നിർത്തലാക്കിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് വാതകം കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കേണ്ടതില്ലെന്നാണ് ഉക്രൈൻ എടുത്ത നിലപാട്. റഷ്യയുമായി ഉണ്ടായിരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉക്രൈന്റെ ഈ തീരുമാനം. അതിനാൽ ഉക്രൈൻ വഴി യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വാതക ഗതാഗതം അവസാനിക്കും. യൂറോപ്പിലേക്കുള്ള ഗ്യാസ് വിതരണത്തെ ഇത് ബാധിക്കുമെന്നാണ് റഷ്യ അറിയിക്കുന്നത്. പോളണ്ട് അടക്കമുള്ള യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട്. അതേസമയം സ്ലോവാക്യ വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു. ഈ തീരുമാനത്തെ ചരിത്രപരം എന്നാണ് ഉക്രൈനിലെ ഊർജ്ജമന്ത്രി വിശേഷിപ്പിച്ചത്. നേരത്തെ ഉക്രൈൻ ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 1991 മുതലാണ് റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് പ്രവഹിക്കാൻ ആരംഭിച്ചത്. ഉക്രൈനിലെ പൈപ്പ് ലൈനുകൾ വഴിയാണ് ഇത് നടന്നിരുന്നത്. ഈ ഗ്യാസ് വിതരണത്തിലൂടെ ഇരു രാജ്യങ്ങളും സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിയിരുന്നു. ഗ്യാസ് കച്ചവടം വഴി റഷ്യയ്ക്ക് പണം ലഭിക്കുമ്പോൾ വാതക ഗതാഗതത്തിന്റെ ഫീസാണ് ഉക്രൈന് ലഭിച്ചിരുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രതികരണവുമായി പോളിഷ് സർക്കാരും രംഗത്തെത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ ഈ മാറ്റത്തിന് തയ്യാറായിട്ടുണ്ടെന്നും മിക്ക രാജ്യങ്ങളും ഇത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണെന്നും യൂറോപ്യൻ കമ്മീഷൻ പറഞ്ഞു. ഉക്രൈൻ വഴിയുള്ള വാതക കയറ്റുമതി പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ നിർത്തിയതായി റഷ്യൻ കമ്പനിയായ ഗ്യാസ്പ്രോം പ്രതികരിച്ചു. 1991 മുതൽ റഷ്യ ഉക്രൈൻ വഴി യൂറോപ്പിലേക്ക് ഗ്യാസ് വിതരണം ചെയ്യുന്നു. ഉക്രൈനിലൂടെയുള്ള ഗ്യാസ് വിതരണം നിർത്തിയത് യൂറോപ്യൻ യൂണിയനിൽ വില കുറഞ്ഞ റഷ്യൻ വാതകത്തിന്റെ യുഗത്തിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നുമുണ്ട്. ഉക്രൈന്റെ ഈ തീരുമാനം ഏറ്റവും അധികം ബാധിച്ചത് സ്ലോവാക്യയാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിന്റെ ആഘാതം വളരെ പരിമിതമായിരിക്കുമെന്ന് യൂറോപ്യൻ കമ്മീഷണർ പറയുന്നു. ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതിനും ബദൽ വിതരണം ക്രമീകരണങ്ങൾക്കും കമ്മീഷൻ അതിന്റെ സമയം ക്രെഡിറ്റ് നൽകി. റഷ്യയ്ക്ക് ഇപ്പോൾ ഒരു പ്രധാന വിപണി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു. 2022 ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് ഇറക്കുമതി ഗണ്യമായി കുറച്ചിരുന്നു. എന്നാൽ കിഴക്കൻ യൂറോപ്പിലെ പല അംഗരാജ്യങ്ങളും ഇപ്പോഴും റഷ്യൻ സപ്ലൈകളെയാണ് ആശ്രയിക്കുന്നത്. ഇത് റഷ്യയ്ക്ക് പ്രതിവർഷം $5.2 ബില്യൺ സമ്പാദിക്കുന്നു. ഡാറ്റ അനുസരിച്ച് 2023 യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്ത വാതകത്തിൽ റഷ്യൻ വാതകത്തിന്റെ പങ്ക് 10% താഴെയായിരുന്നു. അതേസമയം 2021 ഈ വിഹിതം 40%. എന്നാൽ സ്ലോവാക്യയും ഓസ്ട്രിയയും ഉൾപ്പെടെ പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് വലിയ അളവിൽ വാതകം ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു. യൂറോപ്യൻ യൂണിയനിലേക്ക് റഷ്യൻ വാതകം അയക്കുന്നതിനുള്ള പ്രധാന ഉറവിടം ഈ രാജ്യമാണ്. ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് ഗ്യാസ് എത്തിക്കുന്നതിന് ട്രാൻസിറ്റ് ഫീസ് ഈടാക്കുന്നുമുണ്ട്. പുടിനുമായുള്ള ചർച്ചകൾക്കായി സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ മോസ്കോയിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച ഉക്രൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. യുദ്ധത്തിന് ധനസഹായം നൽകാനും ഉക്രൈനെ ദുർബലപ്പെടുത്താനും പുടിനെ സഹായിച്ചെന്ന് ഫിക്കോയെ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആരോപിച്ചിരുന്നു.